എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. പാലക്കാട് ജില്ലയിലെ കവളപ്പാറ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടിൽ കൂനത്തറ സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ കവളപ്പാറ എന്ന സ്ഥലമായി. ഷൊർണൂരിൽ നിന്നും കാരക്കാട് വഴി ക്ഷേത്രത്തിലേക്ക് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിലെ പോകുന്ന വഴി കവളപ്പാറ കൊട്ടാരം കാണാം. കവളപ്പാറ നായരുടെ ഇരിപ്പിടമായിരുന്ന പരമ്പരാഗത 8 ഏക്കർ കൊട്ടാര സമുച്ചയം ഇന്ന് ഭൂരിഭാഗവും നശിച്ച നിലയിലാണ്. നിരവധി കെട്ടിടങ്ങൾ കൊടുങ്കാറ്റിൽ തകർക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്തു. മുൻപ് ഈ സ്ഥലം ശ്രീനാരായണ കോളേജായി പ്രവർത്തിച്ചിരുന്നു. വലിയൊരു ഗ്രൗണ്ട് മുൻപിൽ കാണാം. ഇവിടെ കാണുന്ന ആലിൻ ചുവട് പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം, വിസ്മയം തുടങ്ങി പല സിനിമകളുടെയും ഷൂട്ടിംഗ് ഇവിടെ നടന്നിരുന്നു. വള്ളുവനാട്ടിലെ ഒരു ചെറിയ ക്ഷേത്രമാണെങ്കിലും ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിന് കവളപ്പാറ സ്വരൂപവുമായും മൂപ്പിൽ നായരുമായും ബന്ധപ്പെട്ട ഒരു നീണ്ട ചരിത്രമുണ്ട്. മലബാറിലെ ഏറ്റവും വലിയ പൂരം നടന്നിരുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിലായിരുന്നു. വള്ളുവനാട്ടിലെ 96 ദേശങ്ങളുടെ ദേവതയാണ് ആര്യങ്കാവ് ഭഗവതി. കവളപ്പാറ സ്വരൂപത്തിന് കീഴിലായിരുന്ന 96 ഗ്രാമങ്ങളെയും പങ്കെടുപ്പിച്ചാണ് പൂരം നടക്കുന്നത്. പങ്കെടുക്കുന്ന ദേശക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും പൂരത്തിൻ്റെ ചാരുത നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ വർഷവും ഏപ്രിൽ 4-നാണ് ആര്യങ്കാവ് പൂരം ആഘോഷിക്കുന്നത്. മീനമാസത്തിലെ 1 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീരാമൻ്റെ ജനനം മുതൽ രാജാവായി പട്ടാഭിഷേകം നടക്കുന്നതുവരെയുള്ള സംഭവങ്ങളാണ് തോൽപ്പാവക്കൂത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ആനകളെ പങ്കെടുപ്പിക്കാത്ത ഈ പ്രദേശത്തെ അപൂർവ ക്ഷേത്രോത്സവമാണ് ആര്യങ്കാവ് പൂരം. ഇതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. വേണാട് വാണ പെരുമാൾമാരിൽ അവസാനത്തെ ആളാണ് രാമവർമ്മ കുലശേഖര പെരുമാൾ. 1090 മുതൽ 1102 വരെ ഇദ്ദേഹം ഭരണം നടത്തിയിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഒരിക്കൽ ഇദ്ദേഹം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു അംഗരക്ഷകനെ രഹസ്യമായി ഒരു അടിയന്തര സന്ദേശം നൽകി പാണ്ഡ്യരാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. കൊല്ലം ചെങ്കോട്ട വഴി ആര്യങ്കാവ് ചുരത്തിലൂടെ വളരെ രഹസ്യമായി മധുരയിൽ എത്തിച്ചേരണം. ഏകനായി കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ നിർബന്ധിതനായ അംഗരക്ഷകൻ പകൽ പോലും ഇരുട്ട് നിറഞ്ഞ കാട്ടിലൂടെ ബഹുദൂരം പിന്നിട്ടു. കുളമ്പടി ശബ്ദം കേട്ട് ആ കൊടുങ്കാട്ടിൽ തമ്പടിച്ചിരുന്ന 15ഓളം കൊള്ളക്കാർ കുതിരയെ വളഞ്ഞു. കൊള്ളക്കാരുടെ കയ്യിൽ നിറയെ മാരകായുധങ്ങളാണ്. തൻ്റെ കയ്യിലുള്ള രഹസ്യ സന്ദേശം നശിപ്പിക്കപ്പെട്ടാൽ അതുണ്ടാക്കിയേക്കാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്തപ്പോൾ അയാൾ വിറച്ചുപോയി. ഏതായാലും മരണം തീർച്ചപ്പെടുത്തി വിയർത്തു കുളിച്ച അംഗരക്ഷകൻ കാട്ടിലെ കാവൽ ദേവതയായ ആര്യങ്കാവിൽ അമ്മയെ ഉറക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. കാട്ടിൽ ആ ശബ്ദം മാറ്റൊലി കൊണ്ടു. അല്പസമയത്തിനകം ദൂരെ നിന്നും കുതിര കുളമ്പടി നാദം അടുത്തു വരുന്നതായി കേട്ടു. കുറേ ഭടന്മാർ കയ്യിൽ വാളുകളുമായി എത്തി കൊള്ളക്കാരുമായി ഏറ്റുമുട്ടി. ഈ തക്കം നോക്കി യുവാവ് തൻ്റെ കുതിരയെ അതിവേഗത്തിൽ ഓടിച്ച് മധുരയിലെത്തി. സന്ദേശം നൽകി മറുപടിയും വാങ്ങി മറ്റൊരു വഴിയിലൂടെ തിരിച്ചെത്തി. വിവരങ്ങളെല്ലാം പെരുമാളിനെ അറിയിച്ചു. മധുരയിലെ മറുപടി അനുകൂലമായതിനാൽ പെരുമാളിന് സന്തോഷമായി. അദ്ദേഹം രത്നം പതിച്ച ഒരു വാൾ അംഗരക്ഷകനു നൽകിയിട്ട് എന്ത് ത്യാഗം സഹിച്ചും ആവശ്യമുള്ള സ്ഥലം വെട്ടിപ്പിടിച്ച് അവിടെ നാടുവാഴിയായി വാഴുവാനും അമ്മ കൂടെയുണ്ടാകുമെന്നും പറഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല. രത്നകവചിതമായ വാളുമായി വടക്കോട്ട് യാത്രയായി. കൊച്ചിയുടെ അതിർത്തിയിൽ സാമൂതിരിയുടെ കുറേ സ്ഥലം വെട്ടിപ്പിടിച്ച് നാടുവാഴിയായി വാണു തുടങ്ങി. വലിയൊരു കൊട്ടാരവും പണി കഴിപ്പിച്ചു. ഇതിനാവശ്യമായ എല്ലാ സഹായവും പെരുമാൾ ചെയ്തു കൊടുത്തു. തൻ്റെ ഇന്നത്തെ ഉന്നതിക്ക് കാരണക്കാരിയായ ആര്യങ്കാവ് ചുരത്തിലെ ദേവിയെ അദ്ദേഹം മനസ്സുകൊണ്ട് ആരാധിച്ചു തുടങ്ങി. അവിടെ നിന്നും ദേവിയെ തൻ്റെ ദേശത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ആര്യങ്കാവ് ചുരത്തിലെത്തി വ്രതം ആരംഭിച്ചു. ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. തന്നെ സഹായിച്ച ദേവി തൻ്റെ നാട്ടിലേക്ക് എഴുന്നള്ളണമെന്നും തൻ്റെ പരദേവതയായി വാഴണമെന്നും അപേക്ഷിച്ചു. ദേവി സമ്മതിച്ചു. നടന്നോളൂ, ഞാൻ പിറകെ ഉണ്ടെന്നു പറഞ്ഞ് ദേവി ഭാരതപ്പുഴ വരെ എത്തി. ഭാരതപ്പുഴയിൽ നീരാട്ട് നടത്തുകയായിരുന്ന ഏതോ മനക്കലെ 3 കൊമ്പനാനകൾ ദേവിയുടെ രൂപം കണ്ട് പരിഭ്രാന്തരായി ദേവിയെ ആക്രമിക്കാൻ ഒരുങ്ങി. ദേവിയുടെ കണ്ണിൽ നിന്നും ഉയർന്ന തീപ്പൊരി 3 ആനകളെയും നിർവീര്യമാക്കി. ഇവ പാറക്കൂട്ടമായി മാറിയത്രേ. ഇതോടെ ദേവി ആനവിരോധിയായി എന്ന് പറയപ്പെടുന്നു. താന്ത്രികനായ കല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശമനുസരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ ദേവിയെ ക്ഷേത്രം പണിത് കുടിവെച്ചു. അതാണ് പ്രസിദ്ധമായ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം.
ആനയില്ലാത്ത ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം കുതിരവേല എന്ന വർണ്ണാഭമായ ഘോഷയാത്രയാണ്. വിവിധ ദേശക്കാരുടെ 13 കുതിരകളാണ് ഇതിൽ പങ്കെടുക്കുക. 12 ആൺകുതിരകളും പൂരത്തിൻ്റെ അവസാന ദിവസം എത്തുന്ന ഒരു പെൺകുതിരയും. ഇതിനെ മുണ്ടായക്കൊടിച്ചി എന്നാണ് പറയുക. ആര്യങ്കാവ് ഭഗവതിയുടെ തോഴിയാണ് മുണ്ടായക്കൊടിച്ചി. ഇതിനെ തീണ്ടാരി കുതിര എന്നും പറയും. രജസ്വലയായി ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കുതിര അവസാനം ക്ഷേത്രത്തിലെത്തുന്നത്. പല കുതിരകളും പൂരത്തലേന്ന് രാത്രി തന്നെ ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരും. മുണ്ടായക്കൊടിച്ചി എത്തിയില്ലെങ്കിൽ ആര്യങ്കാവ് പൂരം നടക്കില്ല എന്നാണ് പറയുക. പൂരത്തിൻ്റെ തലേദിവസം വൈകുന്നേരം മുണ്ടായ കുതിരക്കണ്ടത്തിൽ നിന്നുമാണ് ഇത് പുറപ്പെടുക. മുന്നിൽ പൂതനും വെള്ളാട്ടും തായമ്പകയും ഉണ്ടാകും. ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ക്ഷേത്രത്തിലെത്തിയ ശേഷം മാത്രമേ കുതിരയെ താഴെയിറക്കൂ. പൂര ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുതിര ക്ഷേത്രമുറ്റത്ത് എത്തുന്നത്. സർവാലങ്കാര വിഭൂഷിതയായ മുണ്ടായക്കൊടിച്ചി എത്തിയ ശേഷം മാത്രമേ പൂരത്തിന് വിളക്ക് കൊളുത്തൂ. മുണ്ടായക്കൊടിച്ചിയെ ക്ഷേത്രത്തിലെ കോമരം വന്ന് ആനയിക്കും. ഈ പെൺകുതിര ക്ഷേത്രത്തിനകത്ത് കടന്നാൽ അശുദ്ധിയായെന്നാണ് പറയുക. പൂരം കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം ശുദ്ധി ചെയ്തിട്ടാണ് പിന്നീട് നട തുറക്കുന്നത്. കുതിരവേല മാത്രമല്ല, കാളവേലയും പൂതനും തിറയും വെള്ളാട്ടും പഞ്ചവാദ്യവും ചെണ്ടമേളവും ഇണക്കാളുകളും എല്ലാം കൂടി വർണ്ണശബളമായ കാഴ്ചയാണ് പൂരത്തിനെത്തുന്നവർക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല, ഇവിടെ ഒരു കാർണിവലും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി പല റൈഡുകളും ഉണ്ട്. രാവിലെ അനുഷ്ഠാന കലാരൂപങ്ങളായ പൂതൻ, തിറ, കുമ്മാട്ടികൾ ദേവീസന്നിധിയിൽ നിറഞ്ഞാടുന്നതോടെ പൂരക്കാഴ്ചകളുടെ നിധിയറ തുറക്കുകയായി. ചോറ്റാനിക്കര വിജയനും ചെർപ്പുളശ്ശേരി ശിവനും നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം നാദവിരുന്നാകും. ശേഷം തിരുവാഭരണം ചാർത്തും. ഉച്ചയ്ക്ക് 1:30-ക്കാണ് മുണ്ടായ കുതിരയ്ക്ക് വരവേൽപ്പ്. തുടർന്ന് തിരുമുറ്റത്തു നിന്നും കുതിരകളെ തൊഴുകിച്ച് കയറ്റും. എറുപ്പെ ശിവക്ഷേത്ര നടയിൽ നിന്ന് പഞ്ചവാദ്യം തുടങ്ങും. കവളപ്പാറ കാരക്കാട് കുതിരകളുടെ അകമ്പടിയോടെയാണ് വേല എഴുന്നള്ളിപ്പ്. ശേഷം ചെറുകാട്ടുപുലം, കൂനത്തറ, തെക്കുമുറി, വടക്കുമുറി ദേശക്കുതിരകളുടെ എഴുന്നള്ളിപ്പ്. ശേഷം ത്രാങ്ങാലി വേലയെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. 6:30-ക്ക് താലപ്പൊലിയുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടെ മുണ്ടായ കുതിരയ്ക്ക് ക്ഷേത്രത്തിൽ വരവേൽപ്പ് നൽകും. രാത്രി 7:15-ന് ശേഷമാണ് ഇണക്കാളകളുടെ വരവ്. അതിനുശേഷം കമ്പം കത്തിക്കലും ഡിജിറ്റൽ വെടിക്കെട്ടും, നാഗസ്വരവും ഡബിൾ തായമ്പകയും രാത്രി ബാലയും ഉണ്ടാകും. പുലർച്ചെ 2:15-ന് വേല കവളപ്പാറയിൽ നിന്നും പുറപ്പെടും. 5-ന് ഡിജിറ്റൽ വെടിക്കെട്ട്. 7-ന് കുതിരകളെ തൊഴുകിച്ച് കയറ്റുന്നതോടെയാണ് സമാപനം.